ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. അങ്ങനെ സെപ്റ്റംബർ മാസം വരാനായിട്ട് പോവാണ്, വെക്കേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഫ്രീ ടൈമൊക്കെ ഉണ്ട്. ഈ പ്രാവശ്യം എന്തായാലും എല്ലാവരും പ്ലാനർ തയ്യാറാക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ സെപ്റ്റംബർ മാസത്തെ പ്ലാനറാണ് വരയ്ക്കാൻ പോകുന്നത്. ഈ പ്രാവശ്യത്തെ തീം അല്ലെങ്കിൽ ആശയം എന്ന് പറയുന്നത് ഓണം ആണ്. അപ്പോൾ ഓണവുമായി ബന്ധപ്പെട്ട പിക്ചേഴ്സ് ആയിരിക്കും നമ്മൾ ഈ പ്ലാനറിൻ്റെ മെയിൻ പേജിലൊക്കെ വരയ്ക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളിതുപോലെ പ്ലാനർ വരയ്ക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പിക്ചേഴ്സ് അയച്ചു തരണം. malayali.mom.crafts@gmail.com എന്ന് പറഞ്ഞ മെയിൽ ID-യിലോട്ട് 5 മുതൽ 6 പിക്ചേഴ്സ് വരെ നിങ്ങളുടെ പേര് സഹിതം അയച്ചു തരാണെങ്കിൽ ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം അയച്ചു തന്ന എല്ലാവരുടെയും പിക്ചേഴ്സ് ഈ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോ മുഴുവനായിട്ടും കാണുക. പിന്നെ നമ്മൾ സെപ്റ്റംബർ മാസം ഓണം എന്ന് പറഞ്ഞ തീമല്ല വേറെ രീതിയിലൊക്കെ വരയ്ക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറേ ടൈപ്പിൽ ഒരു 3 വർഷമായിപ്പോൾ ഞാൻ പ്ലാനർ ചെയ്യുന്നു. അപ്പോൾ കുറേ രീതിയിലുള്ളത് വരച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു വീഡിയോസിൻ്റെ പ്ലേലിസ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അത് ക്ലിക്ക് ചെയ്താൽ പല വ്യത്യസ്തമായ മോഡലിൽ ഡിസൈനിലൊക്കെ വരച്ച പ്ലാനേഴ്സ് നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ നമ്മുടെ ആദ്യത്തെ പേജായിട്ടുള്ള തീം പേജ്. അപ്പോൾ ഈ ഒരു പേജിൽ നമ്മൾ സെപ്റ്റംബർ എന്ന് എഴുതിയ ശേഷം അതിൻ്റെ ചുറ്റും ഞാൻ കുറച്ച് പൂക്കളത്തിൻ്റെ ഡിസൈനും അങ്ങനെയൊക്കെ വരച്ചു കൊടുക്കുന്നത്, കുറച്ച് പൂക്കളും അങ്ങനെയൊക്കെ. അപ്പോൾ നമുക്ക് നന്നായി വരയ്ക്കാൻ അറിയെങ്കിൽ നല്ല ഭംഗിയായിട്ട് ഇതിനെക്കാട്ടൊക്കെ നന്നായിട്ട് വരയ്ക്കാം. ഞാൻ കുറച്ച് സിമ്പിളായിട്ട് അങ്ങനത്തെയൊക്കെ വരച്ചിട്ടുള്ളൂ. ഇനി നിങ്ങൾക്ക് വരയ്ക്കാനായിട്ട് അങ്ങനെ സമയമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് സെപ്റ്റംബർ എന്ന് എഴുതി സിമ്പിളായിട്ട് ലൈൻ വരച്ച് അവസാനിപ്പിച്ചാൽ മതി, അത്രയേ ഉള്ളൂ. നമ്മൾ കുറച്ചും കൂടി ക്യൂട്ടായിക്കോട്ടെ, കുറച്ചും കൂടി ഒരു ക്രിയേറ്റീവൊക്കെ ആയിട്ട് ഇഷ്ടപ്പെടുന്നവർക്ക് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പിക്ചേഴ്സൊക്കെ വരയ്ക്കണേ. അപ്പോൾ ഞാൻ വരയ്ക്കുന്നത് അത്ര ഭയങ്കര സൂപ്പറൊന്നുമല്ല, ഇനിയിൽ നന്നായി വരയ്ക്കുന്നവർക്കൊക്കെ നന്നായി വരയ്ക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും എൻ്റെ തൊട്ടപ്പുറത്തെ പേജിൽ ഒരു കോട്ട് എഴുതിയിട്ടുണ്ട്. ഓണവുമായി ബന്ധപ്പെട്ട ഒരു കോട്ട് നമുക്ക് എഴുതാം, അല്ലെങ്കിൽ സെപ്റ്റംബർ മാസവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വാചകം എഴുതാം. അതിന് ചുറ്റും നമ്മൾ ഓണം റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പിക്ചേഴ്സാണ് വരയ്ക്കുന്നത്. പിന്നെ നമുക്കിത് ഫുള്ളായിട്ടും കളർ ചെയ്തെടുക്കണം. അപ്പോൾ എനിക്ക് കളർ ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് തോന്നി, കാരണം കുറേ കുഞ്ഞു കാര്യങ്ങൾ നമ്മൾ വരച്ച് കൊടുത്തുകൊണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ മോളെ കൊണ്ടാണ് കളർ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ക്രയോൺസ് ഉപയോഗിച്ചാണ് ഞാൻ കളർ ചെയ്യുന്നത്. പിന്നെ വരച്ചിരിക്കുന്നത് CD മാർക്കർ ഉണ്ടല്ലോ, പെർമനൻറ്റ് മാർക്കർ, കനം കുറഞ്ഞിട്ടുള്ളത്, ആ മോഡൽ പെന്നുകൊണ്ടാണ് വരച്ചിരിക്കുന്നത്. അപ്പോൾ നല്ല ഡാർക്ക്നെസ് കിട്ടും. പിന്നെ കളേഴ്സ് ഞാൻ ക്രയോൺസ് യൂസ് ചെയ്തതിൻ്റെ കാര്യം, സ്കെച്ചൊക്കെ ആകുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ അപ്പുറത്തോട്ട് സ്പ്രെഡ് ആവും. അപ്പോൾ അതിനേലും നല്ലത് ക്രയോൺസ് ആണെന്ന് തോന്നി. അങ്ങനെ മോള് കളർ ചെയ്ത് ഏകദേശം എത്തിപ്പിക്കും. കുറേ ഉള്ളതുകൊണ്ട് തന്നെ ഞാനും കൂടി അവളെ ഹെൽപ്പ് ചെയ്തിട്ടാണ് ഞങ്ങളത് കളർ ചെയ്ത് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് പേജ് നമ്മൾ വരച്ച് കംപ്ലീറ്റ് ആക്കി. ഇനി അടുത്ത നമ്മുടെ 2 പേജുകൾ എന്ന് പറയുന്നത് പ്ലാൻസ് അല്ലെങ്കിൽ ഗോൾസ് എഴുതാൻ വേണ്ടിയിട്ട് ഒരു പേജും, അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് സെപ്റ്റംബർ മാസത്തെ കലണ്ടർ നമ്മൾ വരച്ചു കൊടുക്കുകയാണ് ഫുള്ളായിട്ടും. അപ്പോൾ നിങ്ങൾ ഡേറ്റുകളൊക്കെ എഴുതുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. എൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടായിട്ടെങ്കിൽ നിങ്ങൾ തെറ്റി എഴുതരുത്. അപ്പോൾ കലണ്ടർ എടുത്തൊന്ന് നോക്കിയിട്ട് ഉറപ്പ് വരുത്തുക. ചില സമയത്ത് എനിക്ക് അബദ്ധം പറ്റും, അതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും കലണ്ടർ ഞാനിവിടെ ഒരു പേജിലായിട്ടാണ് വരച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് വലുതാക്കി വരയ്ക്കണമെങ്കിൽ 2 പേജായിട്ട് സ്പ്ലിറ്റ് ചെയ്തൊക്കെ വരയ്ക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. നിങ്ങൾ എത്രത്തോളം എഴുതും അതനുസരിച്ചാണ് നമ്മൾ പ്ലാനറിലെ പേജസൊക്കെ വരയ്ക്കേണ്ടത്. ഞാൻ ഒരുപാട് അങ്ങനെ വരയ്ക്കാറില്ല, കാരണം എന്ന് വെച്ചാൽ കുറേ വരച്ച് കൂട്ടിയിട്ട് ഉപയോഗിച്ചില്ലെങ്കിൽ പിന്നെ കാര്യമില്ല. അതുകൊണ്ടാണ് നമ്മൾ ചെറിയ ബോക്സുകളാക്കി ഇതൊക്കെ വരച്ച് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഓരോ ദിവസം എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിൽ അതെല്ലാം എഴുതി വെക്കുക. ചെറുതാക്കി എഴുതേണ്ട കാര്യങ്ങൾ എഴുതാം. തൊട്ട് താഴെ റിമൈൻഡേഴ്സ് എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എഴുതണമെങ്കിൽ കുറച്ചുകൂടി വലുതാക്കിയൊക്കെ എഴുതാം. ഇനി തൊട്ടപ്പുറത്ത് പ്ലാൻസ് ആൻഡ് ഗോൾസ് എന്ന് പറയുന്ന ആ ഒരു സെക്ഷനിൽ നമുക്ക് സെപ്റ്റംബർ മാസത്തെ നമുക്ക് ചെയ്ത് തീർക്കേണ്ട എന്തെങ്കിലും കാര്യങ്ങൾ, പ്ലാനുകൾ, വെക്കേഷൻ പ്ലാൻസ്, അതൊക്കെ നമുക്ക് എഴുതി വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സെക്ഷനാണ്. അത് നമുക്ക് ഇഷ്ടമുള്ളത് എഴുതാം. അപ്പോൾ കുറച്ച് സ്പേസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അത്ര വേണ്ടെങ്കിൽ അതിൻ്റെ ഹാഫ് മതിങ്ങി അങ്ങനെ വയ്ക്കാം. ഇനി അടുത്ത പേജിൻ്റെ പേരാണ് ഹാബിറ്റ് ട്രാക്കർ. ഹാബിറ്റ് ട്രാക്കർ എന്ന് പറയുമ്പോൾ നമ്മൾ ഏതെങ്കിലും 4 ശീലങ്ങളോ അല്ലെങ്കിൽ 3 എണ്ണമൊക്കെ നമുക്ക് നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പേജാണ്. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ രാവിലെ നേരത്തെ എഴുന്നേൽക്കണം, എക്സസൈസ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മളിപ്പോൾ എല്ലാ ദിവസവും ജേർണൽ എഴുതണം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ റീഡിങ് ചെയ്യണം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ഉണ്ടെങ്കിൽ ആ ഒരു 3-4 എണ്ണമൊക്കെ മാക്സിമം എഴുതിയാൽ മതി. അത്രത്തോളമൊക്കെ തന്നെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 4 കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ നേരെ നമ്മൾ ആ മാസത്തിൽ എത്ര ദിവസം ഉണ്ടെന്ന് വെച്ചാൽ ആ നമ്പർ നമ്മൾ ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഓരോ ദിവസവും നമ്മൾ ആ കാര്യം കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ആ ദിവസത്തിലെ നമ്മളിങ്ങനെ ഓരോ വരച്ച് കൊടുക്കുക. ചെയ്യാത്ത ദിവസങ്ങൾ വരയ്ക്കരുത്. അപ്പോൾ അങ്ങനെ എല്ലാ ദിവസവും നമ്മൾ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പേജാണ്. ഇതിൻ്റെ പേരാണ് ഹാബിറ്റ് ട്രാക്കർ എന്ന്, അതുകൊണ്ടാണ് ഇതിൻ്റെ പേര്. അപ്പോൾ അങ്ങനെ ആ ഒരു പേജ് നമ്മൾ വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഓരോ പേജ് വരയ്ക്കുമ്പോഴും നമ്മൾ എടുത്ത തീം എന്താണെന്ന് വെച്ചാൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പിക്ചേഴ്സൊക്കെ സൈഡിൽ ചെറുതാക്കി വരയ്ക്കാം. അടുത്ത പേജിൻ്റെ പേരാണ് മൂഡ് ട്രാക്കർ.
അതായത് നമ്മുടെ ഓരോ ദിവസത്തെയും ഫീലിങ്സും കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പേജാണ് കേട്ടോ അത്. ഇതൊരു ക്രിയേറ്റീവായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പേജാണ്. ഇഷ്ടമുള്ള രീതിയിലൊക്കെ വരയ്ക്കാം. നമ്മളൊരു മാസത്തിൽ 30 ദിവസം ഉണ്ടെങ്കിൽ ആ 30 ദിവസത്തെ സൂചിപ്പിക്കുന്ന എന്തെങ്കിലും പിക്ചേഴ്സ് നമുക്ക് വരയ്ക്കാം. ഇപ്പോൾ സർക്കിളോ സ്ക്വയറോ അങ്ങനെ എന്തെങ്കിലും ഡിസൈൻ വരയ്ക്കാം. അപ്പോൾ നമ്മൾ ഓണം ആണല്ലോ എടുത്തത്, അതുകൊണ്ട് പൂക്കളാണല്ലോ ഓണത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു 30 പൂക്കൾ വരച്ചു കൊടുക്കുകയാണ്. നമുക്ക് ഇഷ്ടമുള്ള ഡിസൈനിലൊക്കെ കുറച്ചുകൂടി നന്നായിട്ടൊക്കെ വരയ്ക്കാം കേട്ടോ. അതിനുശേഷം ഓരോ തീയതിയും അതിൻ്റെ ഉള്ളിൽ നമ്മൾ എഴുതി കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഓരോ ഫീലിങ്സിനും നമ്മൾ ഇതിന് ഓരോ കളേഴ്സ് കൊടുക്കുമ്പോൾ നമ്മൾ ഹാപ്പി ആണെങ്കിൽ ഒരു സപ്പോസ് എക്സാമ്പിൾ പറയാം കേട്ടോ, ഓറഞ്ച് കളർ, അല്ലെങ്കിൽ നമ്മൾ സാഡ് ആണെങ്കിൽ ഒരു റെഡ് കളർ, അങ്ങനെ ഓരോ ഫീലിങ്സിന് നമ്മൾ ഓരോ കളേഴ്സ് തീരുമാനിക്കും. ആ കളേഴ്സ് ഓരോ ദിവസവും അനുസരിച്ച് നമ്മൾ അതിൻ്റെ ഉള്ളിൽ കളർ ചെയ്ത് കൊടുക്കും. അതാണ് നമ്മൾ ചെയ്യണത്. അപ്പോൾ അതേ ഫ്ലവേഴ്സ് ഫുൾ വരച്ച് കഴിഞ്ഞു. അങ്ങനെ ഈ ഒരു പേജും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്ത പേജ് എന്ന് പറയുന്നത് ടു ഡു ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പേജാണ്. ഈ ഒരു പേജ് ഒരു പേജിനെ നമ്മൾ 4 ഭാഗമായിട്ട് തിരിക്കാം, അല്ലെങ്കിൽ 6 ഭാഗമായിട്ട് തിരിക്കാം. 8 ആണെങ്കിൽ അങ്ങനെ. ഇതിൽ ഓരോത്തിലും നമ്മൾ ദിവസവും തീയതി എഴുതിയിട്ട് നമുക്ക് അന്നന്ന് ഓർമ്മിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ എഴുതാനുള്ള ഒരു സെക്ഷനാണ് കേട്ടത്. നമുക്ക് എത്രത്തോളം എഴുതണോ അത്രത്തോളം വലുപ്പത്തിലുള്ള ബോക്സുകൾ വരയ്ക്കാവുന്നതാണ്. ദിവസവും തീയതി നിങ്ങൾ എഴുതുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, എല്ലാ ദിവസവും കൃത്യമായിട്ട് എഴുതുന്നുണ്ടെങ്കിൽ മാത്രം അങ്ങനെ ദിവസവും തീയതി എഴുതിയാൽ മതി. ഇല്ലയെന്നുണ്ടെങ്കിൽ എഴുതുന്ന ദിവസങ്ങളിൽ മാത്രം ആ ഡേറ്റും ദിവസവും ഒക്കെ എഴുതിയാൽ മതി, അല്ലെങ്കിൽ അത് പിന്നെ വേസ്റ്റ് ആയി പോകും. അതുകൊണ്ടാണ് അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ അങ്ങനെ ചെയ്തോ, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതി വെക്കുക. എല്ലാ ആഴ്ചയ്ക്കും വേണ്ടിയിട്ട് ഇതുപോലെ ഇങ്ങനെ നമ്മൾ വരച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഫൈനലായിട്ടുള്ള ജേണലിൻ്റെ നമുക്ക് ഫുള്ളായിട്ടും കാണാം. ഇനി നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമുക്ക് വേണ്ടി അയച്ചു തന്ന പിക്ചേഴ്സ് നമുക്ക് കാണാം. സിന്ധു അനിലാണ് നമുക്ക് വേണ്ടി പിക്ചേഴ്സ് അയച്ചു തന്നിട്ടുള്ളത്. ഓഗസ്റ്റ് മാസത്തെ പ്ലാനർ ഇൻസ്പയർഡ് ആയിട്ടാണ്. കുറച്ചും കൂടി വ്യത്യസ്തമായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ചെയ്തതിലും. അപ്പോൾ എന്തായാലും ഇതുപോലെ നിങ്ങളും പ്ലാനറിൻ്റെ പിക്ചേഴ്സൊക്കെ അയച്ചു തരണം. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും. അതുവരെയ്ക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.